ചിങ്ങവനം പോലീസിനെ 4 മാസമായി വട്ടം കറക്കിയ പുള്ളിയാണ് പാടം പുന്നക്കടി പുത്തൻ വീട്ടിൽ ഫൈസൽ രാജ്. 40ഓളം മോഷണ കേസുകളിലെ പ്രതി. ഇയാളെ തേടി ഇതര സംസ്ഥാനങ്ങളിലടക്കം കറങ്ങിയ പോലീസ് വശം കെട്ട അവസ്ഥയിലായിരുന്നു. ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് പ്രതി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ അഭിഭാഷകൻ മുഖേന കീഴടങ്ങിയത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 6 രാത്രിയാണ് ചിങ്ങവനം സുധാ ഫിനാൻസിൽ മോഷണം നടന്നത്. 8 ലക്ഷം രൂപ അടക്കം 1.33 കോടിയുടെ മുതലാണ് അപഹരിക്കപ്പെട്ടത്. ഇതിൽ CCTVയുടെ DVR ഉൾപ്പെടും. ഈ കേസിൽ കൂട്ടുപ്രതി പാടം സ്വദേശി അനീഷ് ആന്റണി നേരത്തെ പിടിയിലായിരുന്നു. സ്വകാര്യ ബാങ്ക് മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണല്ലോ. അതിനകത്തുള്ള ഒരുപാട് സ്വർണ്ണങ്ങൾ കാണും, കണക്കിൽപ്പെടാത്ത സ്വർണ്ണങ്ങൾ കാണും എന്നൊക്കെയുള്ള ആ ഒരു രീതി വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇസാഫ് കൊടകര ശാഖയിൽ മോഷണം നടത്തിയ സംഘത്തിലെ പ്രധാനിയും ഫൈസൽ രാജാണ്. ആഗസ്റ്റ് 25 രാത്രിയിലായിരുന്നു ഇവിടുത്തെ മോഷണം. ഷട്ടറും ഗ്ലാസ് വാതിലും തകർത്താണ് പ്രതികൾ ഉള്ളിൽ കടന്നത്. കമ്പ്യൂട്ടർ, CPU അടക്കം 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അപഹരിച്ചു. മുൻപ് പത്തനാപുരത്തെ ഒരു പണമിടപാട് സ്ഥാപനത്തിലും ഇയാൾ മോഷണം നടത്തി. അപഹരിച്ചതിൽ 1 കിലോ സ്വർണം പിന്നീട് ഉടമയുടെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം കടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്.